നമസ്കാരം. ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് പല ആശങ്കകളും ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഈ കാര്യത്തിൽ പ്രതിസന്ധി വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. US അനുമതിയുള്ള ടാങ്കറുകൾക്ക് മാർച്ച് വരെ ക്രൂഡ് വിതരണം ചെയ്യാൻ അനുമതിയുള്ളതിനാൽ അടുത്ത 2 മാസത്തിനുള്ളിൽ റഷ്യൻ എണ്ണ വിതരണത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമുണ്ടാകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൃത്യമായ ഒരു കാലയളവ് ഉള്ളതിനാൽ ഇതിനകം തന്നെ ഇടപാടുകൾ പൂർത്തീകരിച്ച ചരക്കുകൾ നമുക്ക് ലഭിക്കും. അതായത് ഉടനടി ക്രൂഡ് ഓയിൽ വിതരണത്തിൽ ഒരു തടസ്സം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത 2 മാസത്തിനുള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വലിയ പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരില്ല. ഈ കാലയളവ് ഇന്ത്യൻ റിഫൈനറികൾക്ക് ബദൽ മാർഗങ്ങൾ തേടുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. റഷ്യയുടെ ക്രൂഡ് ഓയിൽ നിർമ്മാതാക്കൾക്കും കപ്പൽ കമ്പനികൾക്കുമെതിരെ അമേരിക്ക ഉപരോധം കടുപ്പിച്ചതോടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള വിതരണം തടസ്സപ്പെട്ടേക്കുമെന്ന ആശങ്ക ശക്തമായിരുന്നു. ഗാസ്പ്രോം, നെഫ്റ്റഡ്, സർവീസിംഗ് ഗ്യാസ് തുടങ്ങിയ എണ്ണ ഉൽപാദകർക്കും റഷ്യ എണ്ണ കയറ്റുമതി ചെയ്യുന്ന 183 കപ്പലുകൾക്കുമെതിരെയാണ് അമേരിക്ക നടപടി കടുപ്പിച്ചത്. രാജ്യങ്ങൾ തങ്ങളുടെ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതിനാൽ വിപണിയിൽ എണ്ണയുടെ ക്ഷാമമില്ലെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അധിക ഉൽപാദനം വിപണിയിലേക്ക് വരുന്നതും നമ്മൾ കാണുന്നു. ഒപെക്കിന് തന്നെ ധാരാളം സ്പെയർ കപ്പാസിറ്റി ഉണ്ട്. ഒപെക്കിന് പുറത്ത് ഗയാന, US, കാനഡ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്കും വിതരണം വർദ്ധിപ്പിക്കാൻ കഴിയും. അതിനാൽ തന്നെ വിപണിയിൽ എണ്ണക്ഷാമം ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. ഏത് വിധേനയും ഞങ്ങളുടെ എണ്ണ വിപണിയിൽ എത്തിക്കാനുള്ള വഴികൾ റഷ്യയുടെ തേടിയേക്കും. റഷ്യയുടെ പ്രധാന വരുമാന മാർഗമാണ് ക്രൂഡ് ഓയിൽ കയറ്റുമതി. ഇതിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഉപരോധത്തിലൂടെ റഷ്യയുടെ വരുമാനത്തിൽ ഇടിവുണ്ടാകാൻ കഴിയുമെന്നും അത് വലിയ യുക്രൈൻ യുദ്ധത്തിലെ അവരുടെ സൈനിക ശേഷി വളർത്താൻ കഴിയുമെന്നും അമേരിക്ക പ്രതീക്ഷിക്കുന്നു. 2022 യുക്രൈൻ അധിനിവേശ സമയത്ത് ക്രൂഡ് ഓയിൽ കയറ്റുമതിക്ക് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. വലിയ തോതിൽ വില ഇടിവ് നൽകിക്കൊണ്ടായിരുന്നു ഈ സമയത്ത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് റഷ്യ എണ്ണ വിതരണം ചെയ്തത്. വലിയ തോതിൽ ഇളവ് ലഭിച്ചതോടെ ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്നും വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ഇതോടെ പരമ്പരാഗത ക്രൂഡ് ഓയിൽ വ്യാപാര പങ്കാളികളായ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായി മാറി. അതേസമയം 2 മാസം റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് തടസ്സമുണ്ടാകില്ലെങ്കിലും അതിനുശേഷം പ്രതിസന്ധി രൂക്ഷപ്പെട്ടേക്കാം. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വീണ്ടും സൗദി അറേബ്യയും ഇറാഖും UAEയും അടങ്ങുന്ന ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇതോടെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിക്കും. വെനസ്വേല, ഗയാന തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായും ഇന്ത്യ വലിയ തോതിലുള്ള ക്രൂഡ് ഓയിൽ ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. കൂടാതെ പല രഹസ്യ നീക്കങ്ങളും ഈ കാര്യത്തിൽ ഭാരതം നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ കൊഹ്ന, കോയിലേഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. എഡ്യൂബിക്സ്, ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ്, ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ്, ഗുജറാത്ത്. തീർത്ഥയാത്ര.com, അയൺ ബിൽഡ്, ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.